ടി വി ഇട്ട് കൊടുത്താൽ കുഞ്ഞ് ഭക്ഷണം കഴിക്കും. സോ ടി വി ഇട്ട് കൊടുത്തിട്ട് അവരെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കുക. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് അവരുടെ ഹെൽത്തിനെ വല്ലാത്ത രീതിയിൽ ബാധിക്കും. ഭക്ഷണം എന്താണെന്ന് അറിഞ്ഞ് കഴിക്കുകയാണെങ്കിൽ ആ ഭക്ഷണത്തിൻ്റെ ഒരു മണമുണ്ട്, അതിനൊരു രുചിയുണ്ട്, അതിനൊരു ടെക്സ്ചറുണ്ട് അല്ലേ, ഇതൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കി കഴിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ മെൻ്റൽ ഹെൽത്തിനെയും ഫിസിക്കൽ ഹെൽത്തിനെയും ഒക്കെ അത് ബാധിക്കാം. ഇപ്പോൾ ഓവർ ഫീഡ് കഴിഞ്ഞു, ഓവറായിട്ട് ഭക്ഷണം കഴിച്ചു, അവർ വല്ലാത്ത രീതിയിൽ ഒബീസായി, അവർക്ക് ചിലപ്പോൾ പുറത്തിറങ്ങുമ്പോൾ ആരെങ്കിലും കളിയാക്കുന്നു, അങ്ങനെ പ്രശ്നം വരുമ്പോഴത്തേക്കും അവർക്ക് അതെന്താണ് മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കാം. നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ആറ്റുകാൽ ദേവി ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റ് ശുഭശ്രീ പ്രശാന്ത് മാം ആണ്. വെൽക്കം മാം. നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഓവർ ഫീഡിംഗ് ആണ്. എന്താണ് മാം ഈ ഓവർ ഫീഡിംഗ് എന്ന് പറയുന്നത്? സാധാരണ നമ്മുടെ അമ്മമാരൊക്കെ കുട്ടികൾക്കൊക്കെ എപ്പോഴും ഓവർ ഫീഡ് ചെയ്യാറുള്ളത് നമ്മൾ സാധാരണ കാണാറുണ്ട്. അങ്ങനെ ഓവർ ഫീഡ് ചെയ്യുന്നത് നല്ലതാണോ? ഓവർ ഫീഡിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ അമ്മമാർക്കൊരു പ്രശ്നമുണ്ട്. നമ്മുടെ മക്കൾ എത്ര ഭക്ഷണം കഴിച്ചാലും അമ്മമാർക്ക് അവർ കഴിച്ചില്ല എന്നുള്ളൊരു തോന്നലുണ്ടാവാറുണ്ട്. ഇപ്പോൾ രാവിലെ ചിലപ്പോൾ കുഞ്ഞ് കഴിക്കുന്നത് ഒരു ദോശ അല്ലെങ്കിൽ 2 ദോശ കഴിച്ചാലും അമ്മ പറയും 2 ദോശയെ കഴിച്ചുള്ളൂ എൻ്റെ കുഞ്ഞ്, അവന് കുറച്ച് കഴിയുമ്പോൾ വിശക്കും എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്, കുറച്ച് സ്നാക്സ് ഒക്കെ പൊതിഞ്ഞ് വെക്കാറുണ്ട്. അപ്പോൾ അവർ ഈ സ്നാക്ക് ഈറ്റിംഗ് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് അതൊരു ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അവർക്കത് വിശപ്പുണ്ടോ ഇല്ലയെന്ന് നോക്കിയിട്ടല്ല സ്നാക്സ് കഴിക്കുന്നത്, അവർ കഴിക്കാറുണ്ട്. അപ്പോൾ ആവശ്യത്തിൽ കൂടുതലായിട്ട് അവരെ ഫീഡ് ചെയ്യുമ്പോഴത്തേക്കാണ് ഓവർ ഫീഡിങ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നമ്മൾ പറയുന്നത്. അപ്പം അത് നോർമലി ഉള്ള ഫുഡായാലും ജങ്ക് ഫുഡ്സ് ആയാലും എന്തായാലും ഓവർ ഫീഡിങ് ഒരിക്കലും നല്ലതല്ല. അതിപ്പോൾ കൊച്ചുകുട്ടിയായാലും മുതിർന്നവരായാലും ഈവൻ ജെറിയാട്രിക് ഏജിലുള്ളവരായാലും ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായാലും ഓവർ ഫീഡിങ് എന്ന് പറഞ്ഞാൽ ഓവർ ഇൻടേക്ക് ഓഫ് ഫുഡ് എന്ന് പറയുന്നത് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസ്, നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് അല്ലേ, ജീവിതശൈലി രോഗങ്ങൾ. ആ വേർഡ് തന്നെ ഉണ്ട്. ജീവിതശൈലിയിൽ ഉണ്ടായ മാറ്റങ്ങൾ മുഖാന്തരം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അതിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും പറയുന്ന ഒന്നാണ് ഒബിസിറ്റി, അതായത് ഓവർ വെയ്റ്റ്, ഒബിസിറ്റി, ഓവർ വെയ്റ്റ്, ദെൻ ഡയബറ്റിസ്, ബ്ലഡ് ഷുഗർ ലെവൽ കൂടുന്നത്. പിന്നെ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് NAFLD, അതായത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന വാക്ക് ഡിപ്രഷൻ, ആൻസൈറ്റി, ഇങ്ങനെ കുറേ വാക്കുകൾ നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ. ഇതൊക്കെ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് വരുമെന്ന് പറഞ്ഞാൽ ആൾക്കാർ വിചാരിക്കും എനിക്ക് വട്ടാണ്, കാര്യമായിട്ട് പറയാണ്. ബട്ട് ഫുഡ് എന്ന് പറയുന്നത് നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാക്കാം. ഇപ്പോൾ ചില കുട്ടികൾ അവർക്ക് വയറ് നിറയുന്നത് അറിയാൻ പറ്റില്ല, അവരന്നെ ഓവർ ഈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, കഴിച്ചുകൊണ്ടേയിരിക്കും. ഇനി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ TVയോ മൊബൈലോ എന്തെങ്കിലും വെച്ചു കൊടുത്താൽ കുഞ്ഞുങ്ങളെ ഭക്ഷണം കഴിപ്പിക്കുന്നതെന്ന് വെച്ചോളൂ. ഈവൻ 2 ഇഡലി കഴിക്കുന്നിടത്ത് ചിലപ്പോൾ അവർ 3ഓ 4ഓ കഴിക്കും. അവരുടെ ശ്രദ്ധ എന്തിലല്ല, ഫുഡിലല്ല, TVയിലോ മൊബൈലിലോ ആയിരിക്കും അവരുടെ ശ്രദ്ധ. അപ്പം അത് അവർ അറിയാണ്ട് കഴിച്ചു പോകും. അപ്പം ചില പാരൻസിന് എന്താണ്, TV ഇട്ട് കൊടുത്താൽ കുഞ്ഞ് ഭക്ഷണം കഴിക്കും, സോ TV ഇട്ട് കൊടുത്തിട്ട് അവരെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കുക. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് അവരുടെ ഹെൽത്തിനെ വല്ലാത്ത രീതിയിൽ ബാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ മെൻ്റൽ ഹെൽത്തിനെയും ഫിസിക്കൽ ഹെൽത്തിനെയും ഒക്കെ അത് ബാധിക്കാം. ഇപ്പോൾ ഓവർ ഫീഡ് കഴിഞ്ഞു, ഓവറായിട്ട് ഭക്ഷണം കഴിച്ചു, അവർ വല്ലാത്ത രീതിയിൽ ഒബീസായി, അവർക്ക് ചിലപ്പോൾ പുറത്തിറങ്ങുമ്പോൾ ആരെങ്കിലും കളിയാക്കുന്നു, അങ്ങനെ പ്രശ്നം വരുമ്പോഴത്തേക്കും അവർക്ക് അതെന്താണ് മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കാം. ചിലപ്പോൾ അവർക്കൊരു ബോഡി ഷെയ്മിങ്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് തന്നെ അവർക്ക് ഫീൽ ചെയ്യാം എൻ്റെ ബോഡി വല്ലാണ്ട് മറ്റുള്ളവരെ പോലെ അല്ല, ആ ഒരു ഇതുകൊണ്ടും അവർക്ക് ചിലപ്പോൾ ഡിപ്രഷനിലേക്ക് പോകാം. അങ്ങനെ മേ ബി ഇതെല്ലാം ഡിപ്പെൻസ് ആണ്. അതായത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഓരോ വ്യക്തിക്ക് ഇപ്പം എല്ലാ ഓവർ വെയ്റ്റ് ആയവരും ഡിപ്രഷനിലേക്ക് പോകണമെന്നോ അല്ലെങ്കിൽ ആൻസൈറ്റി ഡിസോർഡറിലേക്ക് പോകണമെന്നോ നിർബന്ധമില്ല. അത് ഡിപ്പെൻസ് ആണ്, ഓരോ വ്യക്തികളുടെ മാനസികാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. പിന്നെ ഈ ഓവർ ഫീഡിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരു ആൾക്കാർ ഇപ്പം കാർബോഹൈഡ്രേറ്റ് മാത്രമായിരിക്കും ഓവറായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നത്, ബാക്കി ഫുഡ്സും. അപ്പോൾ നമ്മൾ സാധാരണ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ നമുക്ക് വേണം. അപ്പം എന്താണ് മാം ഒരു കറക്റ്റായിട്ടുള്ള ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്നത്? നമുക്കൊരു ബാലൻസ് ഡയറ്റ് വേണം. അപ്പം ഈ താങ്കൾ പറഞ്ഞതുപോലെ നമ്മളെ കുട്ടികളെന്നല്ല എല്ലാവരും ചൂസ് ചെയ്യണം. ഇപ്പം ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ നോൺ വെജസ് മാത്രം ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അപ്പോൾ അവർ ഓവറായിട്ട് കഴിക്കുന്നത് നോൺ വെജ് മാത്രമായിരിക്കും. ഈ നോൺ വെജ് തന്നെ ലീൻ മീറ്റ്സ് കഴിക്കുന്നവരുണ്ടാവും, അല്ലാണ്ട് ഹൈ ഫാറ്റി ആയിട്ടുള്ള മീറ്റ്സ് കഴിക്കുന്നവരും ഉണ്ടാവും. അപ്പോൾ ഈ 2 രീതിയിലുള്ള മീറ്റ്സ് ഓവറായിട്ട് കഴിക്കുമ്പോൾ, ഇപ്പം ഫാറ്റി ആയിട്ടുള്ള മീറ്റ്സ് ഓവറായിട്ട് കഴിക്കുമ്പോൾ അവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരാറുണ്ട്. പിന്നെ ചില ആൾക്കാരുണ്ട് പുറത്തുനിന്ന് മാത്രം ഭക്ഷണം കഴിക്കുക, ഓവറായിട്ട് പുറത്തുനിന്നുള്ള ഫുഡിനെ ആശ്രയിക്കുന്നവരുണ്ടാവും.
അപ്പം ആക്ച്വലി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡാണ്. എക്സ്പെഷ്യലി ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ചോളം നമുക്കറിയാം, കുട്ടികൾക്ക് ഇഷ്ടം എന്ന് പറയുന്നത് എന്താണ്? നിറങ്ങളാണ് അല്ലേ? നല്ല നല്ല നിറങ്ങൾ ഉള്ള, അപ്പം നമ്മളൊരു കുട്ടീനെ ഒരു ഷോപ്പിൽ കൊണ്ടുപോയാൽ അവർ നിറങ്ങൾ വെച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ വേണം എന്ന് പറയുന്നത്. അപ്പോൾ പൊതുവേ എല്ലാവരും പോകുന്ന ബേക്കറി ഷോപ്പാണ്. പകരം നമ്മൾ ഈ കുഞ്ഞിനെ ഒരു ഫ്രൂട്ട് ഷോപ്പിൽ കൊണ്ടുപോയാൽ അവിടെ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് ഫ്രൂട്ട്സ് ഉണ്ട് അല്ലേ, വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്സ്. നമ്മൾ എന്താ പറയുക, റെയിൻബോ കളേഴ്സ്. ഇപ്പോൾ റെയിൻബോ കളേഴ്സ് നമ്മുടെ ഭക്ഷണ സംസ്കാരത്തിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. നമ്മുടെ ഭക്ഷണത്തിനകത്ത് കാർബോഹൈഡ്രേറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ വേണം, പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ വേണം, ഫാറ്റ് വേണം. ഫാറ്റ് വേണ്ടെന്നല്ല, ഗുഡ് ഫാറ്റ് എപ്പോഴും നമുക്ക് അത്യാവശ്യമാണ്. പിന്നെ മിനറൽസ് വേണം, വൈറ്റമിൻസ് വേണം, ആൻറ്റി ഓക്സിഡൻസ് വേണം, ഫൈറ്റോ ന്യൂട്രിയൻസ് വേണം, ഇതെല്ലാം വേണം. അപ്പോൾ എല്ലാ ഭക്ഷണങ്ങളും ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, ഒരു ഹെൽത്തി ആയിട്ട് പോകാനായിട്ട് പറ്റും. ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത് അത് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ എപ്പോഴും നല്ലതായിരിക്കും. ചില ആൾക്കാർ ഓവർ ഫീഡ് ചെയ്യുന്നത് അവർക്ക് ഒരുപാട് വിശപ്പ് ഭയങ്കര കൂടുതലായിരിക്കും. അതെങ്ങനെ നമുക്കൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് നമുക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിശപ്പ് പൊതുവേ കുറഞ്ഞിരിക്കുമല്ലോ, അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു. വിശപ്പ് കൂടുതൽ ചിലപ്പം ഈസിലി അതായത് സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ് മാത്രം എടുക്കുക. അങ്ങനെ വരുമ്പോഴത്തേക്കും ഡൈജഷൻ വളരെയധികം ഈസിയിലായിരുന്നു കൊടുക്കുക. അപ്പോൾ അടുത്ത് വീണ്ടും വിശപ്പുണ്ടാവും. എനിക്ക് വയറ് നിറഞ്ഞു എന്ന് മനസ്സിലാക്കാൻ എനിക്ക് പറ്റാണ്ട് വന്നാലും എന്ത് ചെയ്യും, ഞാൻ കഴിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു പ്രശ്നം കൊണ്ട് ചിലർ കഴിച്ചുകൊണ്ടേ ഇരിക്കാറുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഭക്ഷണത്തിൽ കൂടുതലായിട്ടും ഫൈബേഴ്സ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനകത്ത് പിന്നെ ഇലക്കറികൾ, അതുപോലെ തന്നെ വെജിറ്റബിൾസ്, ഇതൊക്കെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് കൂടുതലായിട്ട് നമ്മൾ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക. അതൊരു റീസണാണ്. പിന്നെ നമ്മൾ ഒരിക്കലും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് TV, മൊബൈല് ഇതൊന്നും ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കാതിരിക്കുക. അത് പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്ന് പറയും. അപ്പോൾ മൈൻഡ്ഫുൾ ഈറ്റിംഗ് നമ്മൾ പണ്ട് പറയാറുണ്ട്, ഒരു മുന്തിരിങ്ങ കൊണ്ട് നമ്മുടെ വിശപ്പടക്കാൻ സാധിക്കും എന്ന് പണ്ടുള്ള മുനിമാരെ പറയാറുണ്ട്. കാരണം എന്താ വെച്ചാൽ ഭക്ഷണം എന്താണെന്ന് അറിഞ്ഞ് കഴിക്കുകയാണെങ്കിൽ ആ ഭക്ഷണത്തിൻ്റെ ഒരു മണമുണ്ട്, അതിനൊരു രുചിയുണ്ട്, അതിനൊരു ടെക്സ്ചറുണ്ട് അല്ലേ, ഇതൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കി കഴിക്കുക. അല്ലെങ്കിൽ നമ്മളൊരു ഫുഡ് കയ്യിലെടുക്കുമ്പോൾ ആദ്യം അതൊന്ന് നോക്കുക, അത് കാണുക, കണ്ണുകൊണ്ട് കാണുക, കണ്ണുകൊണ്ട് കണ്ടത് എന്താണെന്ന് മനസ്സിലാക്കുക. അത് കഴിഞ്ഞ് അതൊന്ന് തൊട്ട് നോക്കുമ്പോൾ അതിൻ്റെ ടെക്സ്ചർ എന്താ, നമുക്ക് അത് എന്താണെന്ന് മനസ്സിലാക്കുക, അത് എങ്ങനെ ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അത് നമ്മുടെ നാവിലേക്ക് വെച്ചിട്ട് നമ്മുടെ സലൈവാസ് ഉപയോഗിച്ച് അതിനെ ഒന്ന് ചൂ ചെയ്ത് പതുക്കെ കഴിക്കുക. ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് ആ ഇറങ്ങി പോകുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് നാവിൽ കിട്ടും. അപ്പം അങ്ങനെ വരുമ്പോൾ സമയമെടുത്ത് നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ അല്ലേ. ടൈം എടുത്ത് കഴിക്കുമ്പോൾ എന്താണ് മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്ന് പറയുന്നത്. സമയം എടുത്ത് കഴിക്കുമ്പോൾ നമുക്ക് വയറ് പെട്ടെന്ന് നിറയും. ഓവറായിട്ടായിട്ട് നമ്മൾ പെട്ടെന്ന് കഴിച്ചുകൊണ്ടിരുന്ന ഇതങ്ങ് പൊക്കോണ്ടിരിക്കും. മറ്റേ എന്താ നമ്മൾ പറയത്തില്ലേ, കുടത്തിനകത്ത് പിന്നെ വാരി ഇടുന്ന പോലെയാണ്, വാരി ഇട്ടുകൊണ്ടിരിക്കുക, അത് നിറയത്തില്ല, വീണ്ടും കുലുക്കിയിട്ട് വാരി ഇടുന്ന പോലെയാണ്. ഒരു കുറേശ്ശെ ആകുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് തന്നെ നമുക്ക് നിറയാം. അപ്പോൾ ഓവർ ഫുഡ് ഇല്ലാണ്ട് തന്നെ നമുക്ക് വയറ് നിറഞ്ഞൊരു ഫീലിംഗ് ഉണ്ട്. നമ്മൾ ഭക്ഷണം അറിഞ്ഞ് കഴിക്കുക എന്ന് പറയുന്ന മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്ന് പറയുന്നത്. മൈൻഡ്ഫുൾ ഈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പിന്നെ നമുക്ക് എക്സസൈസസ് വേണം. ഈ പറഞ്ഞ പോലെ എക്സസൈസസ് ഒന്നും ഇല്ലാതിരിക്കുമ്പോഴത്തേക്കും നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. അപ്പോൾ എക്സസൈസസും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ന് മാം ഓവർ ഫീഡിങ്ങിനെയും ഓവർ ഈറ്റിങ്ങിനെയും പറ്റി നന്നായിട്ട് സംസാരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. താങ്ക് യു മാം.